എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ്. ജേക്കബ് തോമസ് എന്നാണ് പേര്. 36 വയസ്സുണ്ട്. ക്രിസ്ത്യൻ്റെ യാക്കോബൈറ്റാണ് കാസ്റ്റ് വരുന്നത്. ഡൈവോഴ്സാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. നല്ലൊരു കമ്പനിയിൽ ജോലിയുണ്ട്. കാണാനും നല്ലൊരാളാണ്. നല്ല പയ്യനാണ്. ഇടുക്കിയാണ് ജില്ല വരുന്നത്. ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഡിമാൻഡും ഇല്ല. നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാവണം. ഇനിയിപ്പോൾ ജാതി വേറെ ഏതെങ്കിലും ആണെങ്കിലും അവർ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ താല്പര്യമുള്ള ഇവരുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾ അവരുടെ നമ്പർ തന്നെയാണ് പറയുന്നത്. ഈ ജേക്കബിൻ്റെ സഹോദരിയുടെ നമ്പറാണ് 81 13 98 85 19. ഈ നമ്പറാണ്. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അവരെ തിരിച്ചെന്തായാലും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് ഒരു ഇഴവ യുവതിയാണ്. SLC ആണ് വിദ്യാഭ്യാസം. 36 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഇവർ. മകീരം നക്ഷത്രമാണ്. വയനാട് ജില്ലയിലാണ് അവരുടെ വീട്. ജോലി അല്ല ജാതി അങ്ങനെ ഒന്നും ഡിമാൻഡില്ല. ജാതി ഏതായാലും ജോലി ഏതായാലും നല്ല സ്വഭാവമല്ല. അവർ സംരക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു പയ്യനാവണം എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കാം എന്ന് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ്. 27 വയസ്സുണ്ട്. വിട്ടം നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. മലപ്പുറം ജില്ലയിലാണ്. സാധാരണക്കാരാണ്. അപ്പോൾ ഇവർ പറയുന്നത് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ്. ജില്ല അങ്ങനെ പ്രോബ്ലം ഒന്നും പറയുന്നില്ല. സാധാരണ ജോലിക്കാരായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 39 വയസ്സുണ്ട്. +2 ആണ് വിദ്യാഭ്യാസം. ഡൈവോഴ്സാണ്. കാർത്തിക നക്ഷത്രമാണ്. കുട്ടികളില്ല. സാധാരണക്കാരാണ് ഇവർ. സമാന ജാതി ഉള്ള ആളുകളെയും ഇവർ പരിഗണിക്കുന്നതാണ്. കോട്ടയം ജില്ലയിലാണ് വീട്. ജില്ലാ ജോലി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള അവർ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതി തന്നെയാണ്. 34 വയസ്സ്. ആദ്യ വിവാഹമാണ്. പുനർവിവാഹം ആയാലും അവർ നോക്കുന്നുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തൃക്കേട്ട നക്ഷത്രം. ഒരു ജില്ലാ ജോലി അങ്ങനെ ഡിമാൻഡ് പറയുന്നില്ല. ഇവർ മലപ്പുറം ജില്ലയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 28 വയസ്സാണ്. ഡിഗ്രിയാണ് അവരെ വിദ്യാഭ്യാസം വരുന്നത്. PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഉത്രാടം നക്ഷത്രമാണ്. പാലക്കാട് ജില്ലയിലാണ് വീട്. സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ ജോലി എന്തായാലും അവർ നോക്കുന്നില്ല. നല്ല സ്വഭാവമുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരാളാവണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഇഴവ യുവതിയാണ്. 24 വയസ്സുണ്ട്. തിരുവോണം നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഭാഗത്താണ് വീട്. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നായർ യുവതിയാണ്. 33 വയസ്സാണ്. പുനർവിവാഹമാണ് ഇവർ. ഗവൺമെൻറ് ജോലിയാണ്. ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. പ്രൈവറ്റ് ജോബ് അതുപോലെ പ്രൈവറ്റ് ജോബ്, ഗൾഫ്, ബിസിനസ് അങ്ങനെ ഏതായാലും അവർക്ക് അനുയോജ്യമായതാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇടത്തരക്കാരാണ്. പിന്നെ ഇടത്തരം ഫാമിലിയിൽ നിന്നുള്ള ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഇഴവ യുവതിയാണ്. 28 വയസ്സാണ്. അവിട്ടം നക്ഷത്രമാണ് ഇവർ. തൃശ്ശൂർ ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ഇടത്തരക്കാരാണ്. അപ്പോൾ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 45 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. പുനർവിവാഹം ആയാലും നോക്കും. ബാധ്യത ഉള്ളതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. സാധാരണക്കാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരാണ് അവർ.
അപ്പോൾ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ ജില്ലയൊന്നും പ്രശ്നമില്ല, ഏത് ജില്ലയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 26 വയസ്സ്, +2 ആണ് വിദ്യാഭ്യാസം. മകീരം നക്ഷത്രമാണ്, പാലക്കാട് ജില്ലയിലാണ്. ഇവർ സാധാരണ ആളുകളാണ്, സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറയുന്നത്. കാണാൻ തരക്കേടില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 49 വയസ്സുണ്ട്, ആദ്യ വിവാഹമാണ്, കോഴിക്കോട് ജില്ലയിലാണ്. കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 40 വയസ്സുണ്ട്, +2 ആണ് വിദ്യാഭ്യാസം, പുനർവിവാഹമാണ്. അവർ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 468 568 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 51 വയസ്സുണ്ട്, ആദ്യ വിവാഹമാണ്. ജാതി മതം ബാധ്യത ഒന്നും പ്രശ്നമില്ല, അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന, ഇവരെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളാവണം എന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു എഴുത്തച്ഛൻ യുവതിയാണ്. 27 വയസ്സുണ്ട്, ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത്. അശ്വതി നക്ഷത്രമാണ്. OBC വിഭാഗത്തിലുള്ള ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് പറയുന്നത്. അതായത് OBC വിഭാഗത്തിൽ വരുന്ന ഏത് കാസ്റ്റായാലും അവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇടത്തരക്കാരുടെ ആലോചന മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 31 വയസ്സുണ്ട്, +2 ആണ്, തിരുവാതിര നക്ഷത്രമാണ്, പാലക്കാട് ജില്ല. സാമ്പത്തികമില്ല, സാധാരണ ആൾക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാതി ഏതായാലും അവർക്ക് കുഴപ്പമില്ല, നല്ല സ്വഭാവമുള്ള, അവരുമായിട്ട് മുന്നോട്ട് പോകുന്ന, സഹകരിച്ച് നിൽക്കുന്ന നല്ലൊരു പയ്യനാവണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദു യുവതിയാണ്. 35 വയസ്സുണ്ട്, ആദ്യ വിവാഹമാണ്. പുനർവിവാഹം ആയാലും അനുയോജ്യമായതാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതി പ്രശ്നമില്ല, തൃശ്ശൂർ ജില്ലയാണ്. ജില്ല ഏതായാലും അവർക്ക് സാധാരണക്കാർ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം, പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. സാധാരണക്കാരുടെ ആയാലും കുഴപ്പമില്ല നോക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 27 വയസ്സുണ്ട്, ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ഇടത്തരം ആളുകളുടെ ആലോചനയാണ് നോക്കുന്നത്. ഇവിടെ ആലപ്പുഴ ജില്ലയിലാണ്. ഇവർ ഇടത്തരക്കാരാണ്, കുട്ടി കാണാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത്. അടുത്ത ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.